ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് 2021 ചോദിച്ച സാമൂഹ്യ ശാസ്ത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 2021 മെയിൻ എക്സാമിന് ചോദിച്ച 10 വൺ വേർഡ്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ്. ശിലായുഗം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് ശിലായുഗത്തെയാണ് കാൽക്കോലിത്തിക് എന്ന് പറയുന്നത്? കാൽക്കോലിത്തിക് എന്ന് പറയുന്നത് താമ്രശിലായുഗത്തെയാണ്. പ്രാചീന ശിലായുഗം, അതുപോലെ മധ്യശിലായുഗം, നവീന ശിലായുഗം, താമ്രശിലായുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നിങ്ങനെ ശിലായുഗങ്ങൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാം. പുരാതന ശിലായുഗത്തിലേക്ക് എത്തുമ്പോൾ എന്താണ്? മനുഷ്യർ ഗുഹകളിലും മരച്ചുവട്ടിലൊക്കെ ആയിട്ട് താമസിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴയ കാലഘട്ടം അല്ലെ? വേട്ടയാടിയൊക്കെ ഭക്ഷണം ശേഖരിച്ച് പരുക്കം കല്ലുകളൊക്കെ ആയുധമാക്കി തീയുടെ ഉപയോഗമൊക്കെ ഈ കാലഘട്ടത്തിലാണ് കണ്ടെത്തിയത്. പിന്നെ മധ്യശിലായുഗം എന്ന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ചെറു കല്ലൊക്കെ കൊണ്ട് ആളുകൾ ഉപകരണങ്ങൾ ഉണ്ടാക്കി മത്സ്യബന്ധനം, വേട്ടയാടലും ഒക്കെ തുടർന്ന് ഒരു സ്ഥിര താമസത്തിന്റെ ജീവിത തുടക്കം കണ്ടു. പിന്നെ നവീന ശിലായുഗത്തിലേക്ക് എത്തുമ്പോൾ കൃഷിയൊക്കെ ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. നവശിലായുഗ വിപ്ലവം നടന്ന കാലം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കൃഷി ആരംഭിച്ചു, മൃഗങ്ങളെയൊക്കെ വളർത്താൻ തുടങ്ങി, സ്ഥിരതാമസം ശരിയായ രീതിയിൽ രൂപപ്പെട്ടു, മിനുസപ്പെടുത്തിയ കല്ലൊക്കെ ഉപയോഗിച്ച് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ ആരംഭിച്ചു നവീന ശിലായുഗത്തില്. താമ്രശിലായുഗത്തും എന്താണ്? കല്ലും താമ്രവും ഒരുമിച്ച് ഉപയോഗിച്ച കാലഘട്ടമാണ് താമ്രശിലായുഗം. ശിലായുഗത്തിൽ നിന്ന് ലോഹ യുഗത്തിലേക്കുള്ള മാറ്റമാണ് താമ്രശിലായുഗത്തിൽ സംഭവിക്കുന്നത്. കൃഷി കൂടുതൽ വികസിച്ച് ഗ്രാമങ്ങളൊക്കെ രൂപപ്പെട്ടു, വ്യാപാര ബന്ധങ്ങളെല്ലാം വളർന്നു താമ്രശിലായുഗത്തില്. പിന്നീട് വെങ്കലയുഗവും ഇരുമ്പ് യുഗവും ഒക്കെ വരുന്നുണ്ട്. വെങ്കലയുഗത്തിലാണ് വെങ്കലം നിർമ്മിച്ചു തുടങ്ങുന്നത്. പിന്നെ നാഗരികതകൾ വളർന്നത്, മെച്ചപ്പെട്ട ആയുധം ഉപകരണമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അതുപോലെ ഇരുമ്പ് യുഗം, ഇരുമ്പിന്റെ ഉപയോഗം വ്യാപകമായ കാലഘട്ടം, ശക്തമായ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും എല്ലാം ഉണ്ടാക്കി. കൃഷിയും രാജ്യ സംവിധാനങ്ങളും കൂടുതൽ വികസിച്ചു. അതുപോലെ തന്നെ ചരിത്ര കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഈ ഒരു വീഡിയോ തന്നെ ഇത് പറഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത ഒരു വീഡിയോയിൽ ഇതിന്റെ ഒരു ലോങ് ആയിട്ട് അത്യാവശ്യം പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ക്ലാസ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ കാൽക്കോലിത്തിക് എന്നറിയപ്പെടുന്നത് താമ്രശിലായുഗമാണ്. ചലനശേഷി ഇല്ലാത്ത ഉൽപാദന ഘടകമാണ് ഭൂമി. ചലനശേഷി ഇല്ലാത്ത ഉൽപാദന ഘടകമാണ് ഭൂമി. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണല്ലേ? ഭൂമി ചലിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് ഏതെങ്കിലും തെറ്റു ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ഉള്ളതാണ് ഇതില്. ചലനശേഷി ഇല്ലാത്ത ഉൽപാദന ഘടകമാണ് ഭൂമി എന്ന് പറയാൻ കാരണം ഭൂമിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നമുക്ക് കഴിയില്ല അല്ലെ? ഭൂമി സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഭൗമിക ചലനശേഷി ഇല്ലാത്തൊരു ഉൽപാദന ഘടകമായി ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയെ കുറിച്ച് പഠനം നടത്തുന്നതിന് അനുയോജ്യമായ ഗവേഷണ പ്രവർത്തനം. നമ്മൾ കുറച്ചു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലെ? രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള ബന്ധം പഠിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഗവേഷണ പ്രവർത്തനം എന്ന് ചോദിച്ചിരുന്നു. സർവേ. ഓക്കെ, താഴെ പറയുന്നവയിൽ സാമൂഹ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനം അല്ലാത്തത് ഓപ്ഷൻ ഉണ്ട്. TRIDA എന്ന് പറയുന്നത് എന്താണ്? ഒരു സാമൂഹ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനമല്ല. അപ്പൊ ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിലും സാമൂഹ്യശാസ്ത്ര ഗവേഷണ സ്ഥാപനം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും പഠിക്കണം. ശിലായുഗവും പഠിക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പങ്കാളികൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ചർച്ചാരൂപം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ചർച്ചയാണ്. പഠനരീതി തെറ്റിപ്പോകരുത്. പഠനരീതി നമ്മൾ സെമിനാറാന്ന് പറഞ്ഞിരുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറയാൻ അവസരം നൽകുന്ന പഠനരീതി സർവേ ആണ്. ചർച്ചാരൂപം ഒരു നിശ്ചിത വിഷയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പങ്കാളികൾക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ചർച്ചാരൂപം ഗ്രൂപ്പ് ചർച്ചയാണ്. ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പങ്കാളികൾ ഉണ്ടായിരിക്കും അല്ലെ? അവരായിരിക്കും അവിടുത്തെ ആ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ സെമിനാറിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പില്ല അല്ലെ? നമ്മൾ അല്ലാതെ തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് പേര് അഭിപ്രായം പറയുന്നു.
നെക്സ്റ്റ് എന്താ? ഇന്ത്യയിലെ പുരാവസ്തു പഠനത്തിന് നേതൃത്വം നൽകുകയും പുരാവസ്തുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏത്? ഇന്ത്യയിലെ പുരാവസ്തു പഠനത്തിന് നേതൃത്വം നൽകുകയും പുരാവസ്തുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ASI ആണ്. ഇന്ത്യയിലെ പുരാവസ്തു പഠനത്തിന് നേതൃത്വം നൽകി പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI. മണ്ണിലെ ജലാംശത്തെ കുറിച്ച് പഠിക്കുന്ന ശാഖ അല്ലെ, മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി ആണ്. ഓക്കെ, പെഡോളജി. മണ്ണിലെ ജലത്തെ കുറിച്ച് പഠിക്കുന്നതാണെങ്കിലോ ഹൈഡ്രോളജി. അതുപോലെ മണ്ണിലെ, ഇതൊക്കെ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മണ്ണിലെ ജലാംശത്തെ കുറിച്ച് മറ്റും പഠിക്കുന്ന മണ്ണുമായി ബന്ധപ്പെട്ടുള്ള പഠനം എന്ന് പറയുന്നത് മണ്ണുശാസ്ത്രം അല്ലെങ്കിൽ പെഡോളജിയാണ്. പെഡോളജി എന്നുള്ള പേര് ചോദിക്കാനാണ് സാധ്യത. പെഡോളജി. മണ്ണ് ശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പെഡോളജി എന്നായിരിക്കും ചോദിക്കുന്നത്. ഭരണഘടനയുടെ ഒരു ഘടകം എഴുതുക എന്നാ പറഞ്ഞേക്കുന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിലേതെങ്കിലും ഘടകം എഴുതിയാൽ മതി. ഭരണഘടനയുടെ ഒരു ഘടകം ആമുഖമാണ്. അല്ലാത്ത മറ്റു ഘടകങ്ങൾ മൗലികാവകാശങ്ങൾ, രാജ്യത്തിന്റെ നയനിർദ്ദേശകം, അതുപോലെ മൗലിക കടമ, ഭരണ സംവിധാനം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥകൾ, ഇതൊക്കെ മറ്റ് ഘടകങ്ങളാണ് ഭരണഘടനയുടെ. ഏതെങ്കിലും ഒന്ന് എഴുതാനാ പറഞ്ഞേക്കണേ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആമുഖം വരുന്നുണ്ട്, മൗലിക അവകാശങ്ങൾ വരുന്നുണ്ട്, രാജ്യത്തിന്റെ നയനിർദ്ദേശക തത്വങ്ങൾ വരുന്നുണ്ട്, മൗലിക കടമ, അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധം, ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥകൾ, ഭരണ സംവിധാനം, ഇതെല്ലാം തന്നെ ഭരണഘടനയുടെ ഘടകങ്ങളാണ് കേട്ടോ. ഭരണ സംവിധാനം, നിയമനിർമ്മാണം, ഒക്കെ നിർവഹണ നീതിന്യായ സംവിധാനങ്ങൾ, ഇതൊക്കെ എന്താണ് ഇതിന്റെ ഓരോരോ ഘടകങ്ങളാണ്. ഏതെങ്കിലും ഒന്നാ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, സാമൂഹ്യ ശാസ്ത്രത്തിൽ പരീക്ഷണം നടത്തുന്ന ഒരു വിഷയം എഴുതുക. പഠന രീതികൾ. അത് ഏത് വിഷയം വേണമെങ്കിലും നമുക്ക് എഴുതാം. സാമൂഹ്യ ശാസ്ത്രത്തിൽ പരീക്ഷണം നടത്തുന്ന ഒരു വിഷയം എഴുതുക. പഠന രീതികൾ. ഓരോ പാഠവും ഏത് രീതിയിൽ പഠനം നടത്തണമെന്ന് അധ്യാപകൻ തയ്യാറാക്കുന്ന ആസൂത്രണം. ഓരോ പാഠവും ഏത് രീതിയിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ പഠനം നടത്തണമെന്ന് അധ്യാപകൻ തീരുമാനിച്ച് തയ്യാറാക്കുന്ന ആസൂത്രണം ലെസൺ പ്ലാൻ ആണ്, പാഠാസൂത്രണമാണ്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, പാഠാസൂത്രണമാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്ന 1 വേർഡ്സ് ആണ് നോക്കിയത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക. മൺഡേ ആണ് എക്സാം, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ, എനിക്കങ്ങനെ മാക്സിമം വീഡിയോ ഇടാൻ പറ്റുന്നത് ഇടാൻ പറ്റുള്ളൂ. എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇടാം കേട്ടോ, ടോപ്പിക്സ്. അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളെ കുറിച്ചിട്ട് ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്